ഓണച്ചിലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത് 20,000 കോടി രൂപ. കേന്ദ്ര ധനവകുപ്പ് തടഞ്ഞുവെച്ച വിഹിതം ഉൾപ്പെടെ ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച നടത്തി. ഓണത്തിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ നീക്കം. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകാനുള്ളത്. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ക്ഷാമബത്ത നൽകുന്ന കാര്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. ഓണത്തിന് നൽകണമോ ഓണം കഴിഞ്ഞ് നൽകണമോ എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ 4,000 രൂപയായിരിക്കും ബോണസ്. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് 2,750 രൂപ വീതം ലഭിക്കും. കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചർച്ച നടത്തി. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിക്കായി റിഡംഷൻ ഫണ്ട് രൂപീകരിച്ച സാഹചര്യത്തിൽ വെട്ടിക്കുറച്ച 3,323 കോടി രൂപ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം തനത് ഫണ്ട് കണ്ടെത്തി തുടങ്ങിയതായും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 54% സ്റ്റേറ്റിന് ടാക്സ് ആയിരുന്നു. ബാക്കി സെൻട്രിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള ഗ്രാൻറ്റുകളും ടാക്സും ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 74% സ്റ്റേറ്റ് ധനത്തായിട്ട് ഉണ്ടാക്കണം. ബാക്കി മൊത്തം കേന്ദ്രത്തിന് കുറഞ്ഞു. ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റേറ്റില്ല ഇങ്ങനെ. ഓണച്ചന്തയ്ക്കായി ഇന്ധന കമ്പനികളിൽ നിന്നും നേരത്തെ തീരുവ സ്വീകരിക്കും. ഇത് കൂടാതെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂട്ടി നികുതി സ്വീകരിക്കുന്ന കാര്യവും ധനവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.